ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഗൗതം. എന്നോട് പോപ്പുലർ നെക്സിൻ്റെ റിലേഷൻഷിപ്പ് മാനേജറാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു ഗ്രാൻഡ് വിചാരയിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഗ്രാൻഡ് വിചാരാണ് ആൽഫ വേരിയൻ്റാണ്. ആൽഫ എന്ന് പറയുമ്പോൾ നമ്മുടെ ടോപ്പൻ്റ് ആയിട്ടുള്ള വേരിയൻ്റാണ്. ഒത്തിരി ചേഞ്ചസ് വന്നിട്ട് നമ്മുടെ പുതിയ ആൽഫയിൽ നമുക്കിപ്പം ഫ്രണ്ടെന്ന് നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഡിസൈനിലോ കാര്യങ്ങളൊന്നും വേറെ ചേഞ്ചസ് ഇല്ല. ബട്ട് സൺറൂഫ് ഇല്ല. സൺറൂഫ് നമുക്ക് ഓപ്ഷൻ ആൽഫ ഓപ്ഷൻ എന്ന വേരിയന്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൺറൂഫ് വേണ്ട എന്നുള്ളവർക്ക് നമുക്ക് ഈ ആൽഫ വേരിയന്റ് ചൂസ് ചെയ്യാം. ഒന്ന് അത്. സെക്കൻഡ്ലി നമ്മുടെ വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഒരു മേജർ ചേഞ്ച് നമുക്ക് കാണാമെന്നുള്ളത് നമ്മുടെ അലോയ്സ് ആണ്. അലോയ് വീൽസ് മുമ്പുണ്ടായിരുന്ന ഡിസൈൻ അല്ല, അലോയ് വീൽസിൽ ചേഞ്ചസ് ഉണ്ട്. മാത്രമല്ല നമ്മുടെ നാടൻ ഓപ്ഷൻസിനൊക്കെ പുതിയ പുതിയ അലോയ്സിന്റെ ഓപ്ഷൻസ് നമുക്ക് ഫുൾ ബ്ലാക്ക് അലോയ്സ് വരുന്നുണ്ട്. ഇപ്പൊ സീറ്റ് ആക്കി അങ്ങനെ നമുക്ക് അലോയ്സിന്റെ ചോയ്സ് ഉണ്ട്. ഇൻസൈഡ് നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു മേജർ ഒരു ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. നമ്മുടെ അനലോഗ് ആയിരുന്നു നമ്മുടെ ആൽഫ വേരിയന്റിൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫുള്ളി ഡിജിറ്റൽ ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ആൽഫ പ്ലസ് ഇലക്ട്രിക് സ്ട്രോങ് ഹൈബ്രിഡ് വരുന്ന കണക്കത്തുള്ള ഡിജിറ്റൽ ക്ലസ്റ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ്ങും നമ്മുടെ ആൽഫ പ്ലസ് വേരിയന്റിൽ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്കത് ഇതിൽ അറിയാൻ പറ്റും. പിന്നെ സീറ്റ് വെന്റിലേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ആൽഫ വേരിയന്റ്. ആൽഫ പ്ലസ്സിലായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന മെയിൻ ഡിഫറൻസസിലൊന്നും ഇതാണ്. പിന്നെ മെയിൻ നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെന്റ് ആക്കിയിട്ടുണ്ട്. മാനുവൽ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടുള്ളതായിരുന്നു, ഇതിപ്പോൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെന്റ് ആക്കിയിട്ടുണ്ട്. അടുത്തത് ഇനി വേറൊരു കാര്യം, നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് സൺഷെയ്ഡ്സ് അഡീഷണൽ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ഇൻബിൽട്ട് ആയിട്ടുള്ള ഇതുപോലത്തുള്ള സൺഷെയ്ഡ്സ് ആഡ് ആയിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊരു വ്യത്യാസം, നമുക്ക് ഇത്രയും ചേഞ്ചസ് അതിന് ശേഷം ഇതിനകത്തുള്ള വേറൊരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ വീലില്ല. അതിന് പകരം നമുക്ക് പഞ്ചർ കിറ്റാണ് വേണ്ടിയിട്ടുള്ളത്. ഇത് കണക്ക് പഞ്ചർ കിറ്റും കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് സ്പെയർ വീലില്ല. പിന്നെ സ്പെയർ വീല് നമുക്ക് എമർജൻസി ആയിട്ടുള്ള സാധനമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെയറിൽ ഇതിൻ്റെ അലോയ്സ് അല്ലെങ്കിൽ റിമ്മ് പർച്ചേസ് ചെയ്യാൻ കിട്ടും. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരു ജസ്റ്റ് ഒരു സജഷനാണ്. അപ്പം സ്പെയർ വീലിന് പകരം നമുക്ക് പഞ്ചർ കിറ്റാണ് നമുക്ക് വണ്ടിയിൽ വരുന്നത്. ഇത്രയാണ് നമ്മുടെ പുതിയ ലേറ്റസ്റ്റ് ഗ്രാൻഡ് വിറ്റാരയിലുള്ള മെയിനായിട്ട് വന്നിട്ടുള്ള ചേഞ്ചസ്. അതുപോലെ തന്നെ നമ്മുടെ സിഗ്മ വേരിയന്റ് തൊട്ടിപ്പം 6 എയർ ബാഗ്സ് ആണ് വരുന്നത്. മുമ്പ് 2 എയർ ബാഗ്സ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ നമുക്ക് 6 എയർ ബാഗ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് ഗ്രാൻഡ് വിറ്റാര.